നമസ്കാരം. മലയോര ക്രൈസ്തവ വോട്ടുകൾ പിടിക്കാൻ ലക്ഷ്യമിട്ടാണ് അഡ്വക്കേറ്റ് മോഹൻ ജോർജിനെ BJP സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത്. ചുങ്കത്തറയിൽ ജനിച്ച മോഹൻ ജോർജ് നിലമ്പൂർ കോടതിയിലെ അഭിഭാഷകനാണ്. മലയോര ക്രൈസ്തവ മേഖലയിൽ നിന്നുള്ള മോഹൻ ജോർജ് ഏറെ നാൾ കേരള കോൺഗ്രസിന്റെ ഭാഗമായിരുന്നു. PJ ജോസഫ് കേരള കോൺഗ്രസിന്റെ സംസ്ഥാന സമിതി അംഗമായിരുന്നു, പ്രദേശത്തെ പ്രധാന നേതാവ്. ഇതോടെ BJPയും നിലമ്പൂരിൽ നിറയുകയാണ്. കേരള കോൺഗ്രസ് ബന്ധം വിട്ടാണ് മോഹൻ ജോർജ് BJP സ്ഥാനാർത്ഥിയാകുന്നത്. കോൺഗ്രസും CPM-ഉം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. M സ്വരാജാണ് CPM സ്ഥാനാർത്ഥി. കോൺഗ്രസ് ആര്യാടൻ ഷൗക്കത്തിനെ കളത്തിലിറക്കി. തൃണമൂലിനായി PV അൻവർ രംഗത്ത് വന്നു. ഈ സാഹചര്യത്തിൽ മലയോര ക്രൈസ്തവ വോട്ടുകൾ പിടിക്കാൻ BJP തന്ത്രമിടുകയാണ്. ഇതാണ് അഡ്വക്കേറ്റ് മോഹൻ ജോർജിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ തെളിയുന്നത്. BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറാണ് ഈ വോട്ട് തന്ത്രം തയ്യാറാക്കിയത്. ഇത് BJP കേന്ദ്ര നേതൃത്വവും അംഗീകരിച്ചു. താമര ചിഹ്നത്തിലാകും മോഹൻ ജോർജ് മത്സരിക്കുക. നേരത്തെ ഘടകകക്ഷിയായ BDJS-നോട് മത്സരിക്കാൻ BJP ആവശ്യപ്പെട്ടിരുന്നു. കോൺഗ്രസും CPM സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതോടെ BJP നിലപാട് മാറ്റി. ക്രൈസ്തവ നേതാവിനെ മത്സരിപ്പിക്കുകയാണ്. BJP കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയാണ് പ്രഖ്യാപനം നടത്തിയത്. മർത്തോമ സഭ പ്രതിനിധിയും നിലമ്പൂർ ചുങ്കത്തറ സ്വദേശിയുമാണ് മോഹൻ ജോർജ്. മർത്തോമ സഭ കൗൺസിൽ അംഗമാണ് അദ്ദേഹം. കഴിഞ്ഞ ദിവസം BJP നേതൃത്വം തന്നെ ബന്ധപ്പെട്ടിരുന്നുവെന്നും മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നതായി മോഹൻ ജോർജ് പ്രതികരിച്ചു. നിലമ്പൂരിൽ ശക്തമായ മത്സരം നടക്കുമെന്നും മോഹൻ ജോർജ് പറഞ്ഞു. ചതുഷ്കോണ പോരിനുള്ള സാധ്യതയാണ് നിലമ്പൂരിൽ തെളിയുന്നത്. എല്ലാ വിവാദങ്ങളെയും വീക്ഷിച്ച് വ്യക്തമായ തന്ത്രമൊരുക്കുകയാണ് CPM-ഉം. മുഖ്യമന്ത്രി പിണറായി വിജയനും എല്ലാ അർത്ഥത്തിലും മണ്ഡലത്തിൽ നിറയും. അടിയൊഴുക്ക് തന്നെയാകും നിലമ്പൂരിൽ വിജയിയെ നിശ്ചയിക്കുക എന്നതാണ് വസ്തുത. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കേരള ജനതയ്ക്ക് മേൽ അടിച്ചേൽപ്പിച്ച തെരഞ്ഞെടുപ്പാണെന്നായിരുന്നു BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നേരത്തെ വ്യക്തമാക്കിയിരുന്നത്. കേരളത്തിന്റെ വികസനത്തിനോ രാഷ്ട്രീയത്തിനോ ഒരു മാറ്റവും വരുത്താത്ത തെരഞ്ഞെടുപ്പാണ് നിലമ്പൂരിൽ നടക്കാൻ പോകുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. അക്കരപ്പച്ച കണ്ട് ചാടിയ ജനപ്രതിനിധിയുടെ വികല രാഷ്ട്രീയത്തിന്റെ പ്രതിഫലനമാണ് നിലമ്പൂരിൽ കാണുന്നത്. അല്ലാതെ വോട്ടർമാർ ആഗ്രഹിച്ച തെരഞ്ഞെടുപ്പല്ല, അത് അവർക്ക് മുകളിൽ കെട്ടിവെച്ചതാണ്. ഒരു വ്യക്തിയുടെ മാത്രം സ്വാർത്ഥ താല്പര്യത്തിന്റെ ഫലമാണ്. ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഏതാനും മാസം കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെ വരികയാണ്. അതുകൊണ്ട് തന്നെ ആരെങ്കിലും വിജയിച്ചാലും കേരളത്തിന് ഒരു മാറ്റവും സൃഷ്ടിക്കാൻ കഴിയില്ല. ഒരു ഗുണവും ഉണ്ടാകാത്ത തെരഞ്ഞെടുപ്പാണെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. കേവലം മൂന്നാംകിട രാഷ്ട്രീയത്തിന്റെ ഫലമാണ്. പക്ഷേ കേരളത്തിലെ വികസന മുരടിപ്പും സ്വജനപക്ഷപാതവും നിലമ്പൂരിലെ ജനങ്ങൾ വർഷങ്ങളായി അനുഭവിക്കുന്ന ദുരിതവും ഈ തെരഞ്ഞെടുപ്പിൽ NDA ചർച്ച ചെയ്യുമെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ വ്യക്തമാക്കിയിരുന്നു. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരു വർഷത്തിൽ താഴെ മാത്രം ശേഷിക്കെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ സാന്നിധ്യം ശക്തിപ്പെടുത്താനാണ് BJP തീരുമാനം. പഞ്ചായത്തുകൾക്കായി വിപുലമായ തന്ത്രപരമായ ചട്ടക്കൂടിന് അന്തിമ രൂപം നൽകുന്ന പ്രക്രിയയിലുമാണ് പാർട്ടി. അതേസമയം നിലമ്പൂരിൽ മത്സരിക്കാൻ PV അൻവറും തയ്യാറെടുക്കുകയാണ്. നാളെ പത്രിക നൽകാനാണ് തീരുമാനം. നാമനിർദ്ദേശ പത്രികകൾക്കൊപ്പം സമർപ്പിക്കാനുള്ള രേഖകളും അൻവർ തയ്യാറാക്കിയിട്ടുണ്ട്. നാമനിർദ്ദേശ പത്രിക നൽകിയാലും UDF-ഉമായിട്ടുള്ള ധാരണയ്ക്ക് ശ്രമം തുടരും. പത്രിക പിൻവലിക്കാനുള്ള സമയം അവസാനിക്കുന്ന 5 വരെ ചർച്ചകൾ തുടരാനാണ് തീരുമാനം. ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തീരുമാനമെടുക്കാൻ കഴിഞ്ഞ ദിവസം ചേർന്ന തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന നിർവാഹക സമിതി യോഗം കൺവീനറായ അൻവറിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിരുന്നു. ഇതിന് പിന്നാലെ മത്സരിച്ചേ മതിയാകൂ എന്ന് ദേശീയ നേതൃത്വം നിലപാടെടുക്കുകയായിരുന്നു. ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ ശാസന അൻവർ അംഗീകരിക്കുകയായിരുന്നു. നിലമ്പൂരിൽ അൻവർ തൃണമൂൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കും. പണവും ചിഹ്നവുമെല്ലാം തൃണമൂൽ നൽകും. നിലമ്പൂരിൽ പണമില്ലാത്തതുകൊണ്ട് മത്സരത്തിനില്ലെന്ന അൻവറിന്റെ പ്രസ്താവന മമതാ ബാനർജിക്ക് നാണക്കേടായി മാറിയിരുന്നു. മത്സരിച്ചില്ലെങ്കിൽ തൃണമൂലിൽ നിന്ന് പുറത്തു പോകാനുള്ള സന്ദേശവും അൻവറിന് ലഭിച്ചു. തൃണമൂലിൽ നിന്ന് പുറത്തായാൽ രാഷ്ട്രീയ ഭാവിയും പൂർണ്ണമായും അടയുമെന്നും അൻവർ തിരിച്ചറിഞ്ഞു. ഇതോടെയാണ് അൻവർ മത്സരത്തിന് തയ്യാറായത്.